കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD 7 മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി എക്സാം കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ? എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ നൽകിയോ? യെസ്. അപ്പോൾ നിങ്ങൾ നൽകിയ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? അറിയണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വന്നത് അറിയണ്ടേ? നമുക്ക് നോക്കാം. പ്രവർത്തനം 1, 6 പ്രവർത്തനങ്ങൾ തന്നെയാണ്. എല്ലാ വർഷവും 6 പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ വർഷവും 6 പ്രവർത്തനമാണുള്ളത്. 1ാമത്തെ പ്രവർത്തനം എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ വായിക്കാം എഴുതാം എന്നുള്ളത് തന്നെയായിരുന്നു. പ്രവർത്തനം 1 വായിക്കാം എഴുതാം. എ ജയകൃഷ്ണന്റെ നോക്കുകുത്തി എന്ന കവിതയായിരുന്നു കേട്ടോ. എ ജയകൃഷ്ണന്റെ നോക്കുകുത്തി എന്ന കവിതയായിരുന്നു 1ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എത്ര മനോഹരം നോക്കുകുത്തി പാടത്തു നിന്റെ ഈ നിൽപ്പു കണ്ടാൽ, പച്ചക്കറിക്കൊരു കാവലാളാണെന്ന ഭാവമേ ഇല്ല നിനക്ക്, ചട്ടിത്തലയിൽ ചിരി വരച്ചങ്ങനെ നോക്കി നിൽക്കുന്നു നീ നിത്യം. ഇങ്ങനെ കുറച്ച് വരികളാണ്. ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്ന 5 ചോദ്യങ്ങൾ. 1ാമത്തെ ചോദ്യം, നോക്കുകുത്തി പച്ചക്കറിക്ക് ആരാണ്? നോക്കുകുത്തി പച്ചക്കറിക്ക് ആരാണ്? നിന്റെ ഈ നിൽപ്പു കണ്ടാൽ, നോക്കുകുത്തി പാടത്തു നിന്റെ ഈ നിൽപ്പു കണ്ടാൽ, പച്ചക്കറിക്കൊരു കാവലാളാണെന്ന ഭാവമേ ഇല്ല നിനക്ക്. അപ്പോൾ പച്ചക്കറിക്ക് ആരാ? ഒരു കാവലാളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? കാവലാൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രാവിലെ ഓടിപ്പോകുന്ന പെണ്ണ് ആരാണ്? കൂട്ടമായി പോകുന്ന കുട്ടികൾ, രാവിലെ പാലുകൊണ്ടോടുന്ന പെണ്ണ്. രാവിലെ ഓടിപ്പോകുന്ന പെണ്ണ് ആരാ? പാൽക്കാരി. ആരാ? പാൽക്കാരി. 3ാമത്തെ ചോദ്യം, മൈനകൾ കൊത്തിക്കൊറിക്കുന്നത് എന്താണ്? മൈനകൾ കൊത്തിക്കൊറിക്കുന്നത് എന്താണ്? ഉച്ചമയക്കത്തിലെത്തുന്ന മൈനകൾ കൊത്തിക്കൊറിക്കും സ്വകാര്യം. എന്താ? സ്വകാര്യമാണ് മൈനകൾ കൊത്തിക്കൊറിക്കുന്നത്. അവർ സംസാരിക്കുന്നതിനെയാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ധാന്യങ്ങളല്ല അവർ കൊത്തിക്കൊറിക്കുന്നത്, അവർ സംസാരിക്കുന്നു എന്ന് പറയുവാണ്, സ്വകാര്യം. 4ാമത്തെ ചോദ്യം, ഗൗരവമില്ലാതെ നോക്കുകുത്തി ചിരിക്കുന്നതിൻ്റെ കാരണം. ഗൗരവമില്ലാതെ നോക്കുകുത്തി ചിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഒന്നും അറിയാത്ത പോലെ നീ നിൽപ്പാണു രാവിലെ മഞ്ഞിൻ തണുപ്പിൽ, കോമാളി വേഷവും കെട്ടിയിട്ടങ്ങനെ പാടവരമ്പത്ത് ചേലിൽ. എന്തുകൊണ്ടാ? കോമാളി വേഷം കെട്ടിയത് കൊണ്ടാണ്. കോമാളി വേഷം കെട്ടിയത് കൊണ്ടാണ്. 5ാമത്തെ ചോദ്യം, രാവിലെ മഞ്ഞിൻ തണുപ്പിൽ നിന്നത്. രാവിലെ മഞ്ഞിൻ തണുപ്പിൽ നിന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരാം. ആദ്യത്തെ 2 വരി വായിക്കുമ്പോൾ, മുട്ടത്തലയ്ക്കുമേൽ കേറിയിട്ടു വലിയ ഭാവത്തിലങ്ങനെ കാക്ക. അതവിടെ സ്റ്റോപ്പ് ആവുകയാണ് കേട്ടോ, കാക്ക. അടുത്തതാണ്, ഒന്നും അറിയാത്ത പോലെ നീ നിൽപ്പാണു രാവിലെ മഞ്ഞിൻ തണുപ്പിൽ, കോമാളി വേഷവും കെട്ടിയിട്ടങ്ങനെ പാടവരമ്പത്ത് ചേലിൽ. കോമാളി വേഷം കെട്ടി പാടവരമ്പത്ത് ചേലിൽ നിൽക്കുന്നത് ആരാ? മഞ്ഞിൻ തണുപ്പിൽ നോക്കുകുത്തി. ആരാണ്? നോക്കുകുത്തി. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുകുത്തി എന്നാണ്. ഓക്കെ, എഴുതിയല്ലോ. ഈ 5 ക്വസ്റ്റ്യനും ആൻസർ കിട്ടിയായിരുന്നോ? ശരിയായി ഉത്തരം എഴുതിയോ? യെസ്. ഓക്കെ, 2ാമത്തെ ചോദ്യം, വാഗ്മയ ചിത്രം വരയ്ക്കുക. വാഗ്മയ ചിത്രം തയ്യാറാക്കുക എന്നുള്ളതാണ്. വാഗ്മയ ചിത്രം തയ്യാറാക്കുക എന്തിനെ കുറിച്ചാണ്? അകലെ വെള്ളി മേഘങ്ങൾ ഓമനിക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ, താഴെ പച്ചപ്പരവതാനി വിരിച്ച് നെൽപ്പാടങ്ങൾക്ക് കാവലെന്നോണം തല ഉയർത്തി നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ, മനസ്സും ശരീരവും ഒരുപോലെ തഴുകി നീങ്ങുന്ന തണുത്ത കാറ്റും
അരുവികളും കൈത്തോടുകളും ഇല്ലിവേലി കെട്ടിയ ചെറു കുടിലുകളും പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ പാലക്കാടൻ ഗ്രാമക്കാഴ്ചയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും എന്ത് ചെയ്തു? ഒരു ഗ്രാമത്തിൻ്റെ മനോഹരമായ വർണ്ണചിത്രം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു. അപ്പോൾ എന്താണ് വാഗ്മയ ചിത്രം? വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രം. നമ്മൾ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കും. അതാണ് വാഗ്മയ ചിത്രം. വാക്കുകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചിത്രം. അങ്ങനെ നിങ്ങൾ കണ്ടാസ്വദിച്ച ഒരു ഗ്രാമത്തിൻ്റെ വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അതായിരുന്നു പ്രവർത്തനം 2-ലെ എ പാർട്ട് ചോദ്യം. ബി പാർട്ട് ചോദ്യം, വിണ്ണിൻ വിളിപ്പാട് ചോന്നതെപ്പോൾ? 3 ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടെത്തി എഴുതണം. മണ്ണിൻ പുതുമണം പൊങ്ങിയപ്പോൾ, കന്നി നെൽ കണ്ട മുഴുതപ്പോൾ, ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റപ്പോൾ. ഏതായിരുന്നു? കന്നി നെൽ കണ്ട മുഴുതപ്പോൾ. ഉത്തരം ഏതായിരുന്നു? കന്നി നെൽ കണ്ട മുഴുതപ്പോൾ. അതായിരുന്നു പ്രവർത്തനം 2-ലെ ബി ചോദ്യത്തിന്റെ ഉത്തരം. മൂന്നാമത്തേത് വിവരണമായിരുന്നു. പൂതൻതിറ നാടൻ ചുവടുവച്ചുള്ള നൃത്തരൂപമാണ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പൂതൻതിറ പ്രചാരത്തിലുള്ളത്. ഈ അനുഷ്ഠാന കലാരൂപം കെട്ടിയാടുന്നത് മണ്ണാൻ വണ്ണാൻ സമുദായക്കാരാണ്. മകരക്കൊയ്ത്ത് കഴിഞ്ഞുള്ള വേലവരവുമായി ബന്ധപ്പെട്ടാണ് തിറ പൂതൻ കെട്ടിയാടുന്നത്. ചെണ്ട, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ പൂതൻ തിറയ്ക്ക് അകമ്പടിയായി ഉണ്ടാകും. അപ്പോൾ നമ്മൾ പൂതൻ തിറ എന്നൊരു നാടൻ കലാരൂപത്തെക്കുറിച്ച് വായിച്ചു അല്ലേ? നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും നാടൻ കലാരൂപത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. പ്രവർത്തനം 3 എന്തായിരുന്നു? നാടൻ കലാരൂപത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ. പ്രവർത്തനം 4. നാലാമത്തെ പ്രവർത്തനം താരതമ്യക്കുറിപ്പാണ്. താരതമ്യക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് ടീച്ചർ ഇന്നലെ താരതമ്യക്കുറിപ്പിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകുമാർ എസ് എഴുതിയിട്ടുള്ള കാഴ്ചവട്ടം എന്ന കവിതയാണ്. കാറ്റുപിടിച്ചു വളഞ്ഞൊരു വാടിയ വള്ളിത്തണ്ടു കണക്കെ ചുമച്ചു തളർന്നൊരു കമ്പിൽ തൂങ്ങി ഒരെല്ലൻ കൂട് വരുന്നു. അങ്ങനെ വരുന്ന ഒരു കാഴ്ചവട്ടം എന്ന് പറയുന്ന കവിതയാണ്. ഈ കവിത നിങ്ങൾ വായിച്ച് ഇതിൻ്റെ ആശയം മനസ്സിലാക്കി ഗ്രാമശ്രീ എന്ന കവിതയിലെ ആശയങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. അതും ചേർത്ത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം 4-ൽ എ പാർട്ട് ക്വസ്റ്റ്യൻ. താരതമ്യക്കുറിപ്പ്. ഗ്രാമശ്രീ എന്ന കവിതയിലെ ആശയങ്ങളും ശ്രീകുമാർ എസിന്റെ കാഴ്ചവട്ടം എന്ന കവിതയിലെ ആശയങ്ങളും താരതമ്യം ചെയ്ത് എഴുതുക. വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്. എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ടാവും. പ്രവർത്തനം 4-ൽ ബി പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, കുമ്മാട്ടി സംഘത്തിന്റെ നേതാവ് ആര്? വാദ്യക്കാരൻ, തള്ള, പാട്ടുകാരൻ. ആരായിരുന്നു? തള്ള ആയിരുന്നു കുമ്മാട്ടി സംഘത്തിന്റെ നേതാവ്. പ്രവർത്തനം 5 അഭിമുഖ ചോദ്യാവലി. ഇത് നിങ്ങൾ എല്ലാവരും ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മുടെ പ്രവർത്തനത്തിൽ തന്നെയുള്ള, അതായത് പാഠപുസ്തക പ്രവർത്തനത്തിൽ തന്നെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാകും. അഭിമുഖ ചോദ്യാവലി. കൃഷി രീതികളിൽ നൂതനമായ നിരവധി പുതുമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിത്തു സംഭരണത്തിൽ, കൃഷി ഉപകരണങ്ങളിൽ, വിള സംസ്കരണത്തിൽ എല്ലാം കൃഷി ഓഫീസറുമായി സംസാരിച്ചാൽ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കാം. അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിനായി ചോദ്യങ്ങൾ തയ്യാറാക്കാം. കുറഞ്ഞത് 5 ചോദ്യങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. 5-ൽ കൂടുതൽ ചോദ്യങ്ങൾ തയ്യാറാക്കണം. 7 ചോദ്യങ്ങളെങ്കിലും തയ്യാറാക്കിയാൽ നല്ലത്. 5 ചോദ്യങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകണം. ഓക്കെ. അപ്പൊ എന്തിനെക്കുറിച്ചൊക്കെയാണ്? വിത്ത് സംഭരണം, കൃഷി ഉപകരണം, വിള സംസ്കരണം, ഇതെല്ലാത്തിനെയും കുറിച്ച് എന്ത് ചെയ്യാം? കൃഷി ഓഫീസറുമായി ചോദിക്കാവുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അഭിമുഖ ചോദ്യാവലി പ്രവർത്തനം 5. അതിൻ്റെ അടുത്ത 6ാമത്തെ ചോദ്യം വരുന്നത് പ്രവർത്തനം 6 കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടൺ ഒരിക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: മനുഷ്യന്റെ ഏറ്റവും ആരോഗ്യപ്രദവും ശ്രേഷ്ഠവുമായ തൊഴിലാണ് കൃഷി.
ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കൃഷി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും ആരോഗ്യപ്രദമായ തൊഴിലാണ്, ശ്രേഷ്ഠവുമായ തൊഴിലാണ് കൃഷി. ഇതിനെക്കുറിച്ച് നിങ്ങൾ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നതായിരുന്നു ആറാമത്തെ പ്രവർത്തനം. കൃഷിയെക്കുറിച്ച് അത് നിങ്ങൾ എന്തായാലും എഴുതിയിട്ടുണ്ടാവും. കൃഷി നിങ്ങൾ നല്ലതുപോലെ പഠിച്ചതാണ്. അതിൻ്റെ ബി പാർട്ട്, വിത്തുമൂട ഉപയോഗിക്കുന്നത് എന്തിന്? വിത്തുമൂട ഉപയോഗിക്കുന്നത് എന്തിന്? വിത്തുമൂട എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉണക്കിയെടുത്ത വിത്തുകൾ സൂക്ഷിക്കുന്നതിനാണോ? വിത്തുകൾ തയ്യാറാക്കുന്നതിനാണോ? വിത്തുകൾ പാകുന്നതിനാണോ? എന്തിനാണ് വിത്തുമൂട ഉപയോഗിക്കുന്നത്? ഉണക്കിയെടുത്ത വിത്തുകൾ സൂക്ഷിക്കാൻ. ഓക്കെ, ഇങ്ങനെ 6 പ്രവർത്തനങ്ങളായിരുന്നു 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. എല്ലാവരും നല്ലതുപോലെ ഉത്തരം എഴുതിയിട്ടുണ്ടാകും. എഴുതിയിട്ടില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.